നിങ്ങളുടെ കല്യാണവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പറഞ്ഞ സെൻറ്റൻസുകളിൽ എന്നെ ആകർഷിച്ചൊരു കാര്യം, ഒറ്റപ്പെടൽ എന്ന് പറയുന്നത് ഒറ്റപ്പെട്ടവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. അത് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ഇതിനകത്തേക്ക് വരാനെന്ന് പറയുന്നത്. ഒപ്പം ഇരുന്ന് അമ്മ സംസാരിക്കുന്ന സമയത്ത് പറയുന്നുണ്ടായിരുന്നു, നാട്ടുകാരുടെ സന്തോഷമല്ല ഇവരുടെ സന്തോഷമാണ് നോക്കേണ്ടതെന്ന് പറയുന്നുണ്ടായിരുന്നു. ആക്ച്വലി ഈ മാരേജിലേക്ക് എത്തുമ്പോൾ ഇതിനകത്തൊരു നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആദ്യം ഉണ്ടായിരുന്നിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് പോയിട്ട് സംസാരിക്കുന്നത്. ആ സംസാരത്തിന് എത്തുന്നതിന് മുമ്പ് ശരിക്കും പരസ്പരം മനസ്സിലായിട്ടുണ്ടായിരുന്നോ ഇങ്ങനെ ഒരു മാരേജിലേക്ക് ഞങ്ങൾ പോകാനുള്ള സാധ്യത എന്താണ്, അല്ലെങ്കിൽ എവിടെയാണ്? ഒരിക്കലുമില്ല. ബിക്കോസ് എൻ്റെ സെറ്റിൽ പല ആൾക്കാരും വന്ന് ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്യാറുണ്ട്. പലരും ഫോട്ടോ ഒക്കെ എടുക്കാറുണ്ട്, പലരും മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്യും. അങ്ങനെയൊന്നും അല്ലായിരുന്നു. 3 ദിവസം ഞങ്ങൾ പരിചയപ്പെട്ട, അതായത് സെറ്റിൽ, പത്രമാറ്റ സെറ്റിൽ ആകെ 3 ദിവസമേ ഞങ്ങൾ ചേർന്ന് വർക്ക് ചെയ്തിട്ടുള്ളൂ. അതും ചേർന്നുള്ള സീക്വൻസ് ഇല്ല. അപ്പോൾ ഒരു മുറിയിൽ, നല്ല ചൂടുള്ള സമയത്ത് ആ റൂമിൽ മാത്രമേ AC ഉള്ളൂ. അപ്പോൾ അവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് അവിടെ കണ്ടൊരു ആർട്ടിസ്റ്റ്. 3-ാമത്തെ ദിവസം പോകുമ്പോൾ എന്നെ വിളിച്ചു, ഏട്ടാന്ന് വിളിച്ചു. അപ്പോൾ എന്തുമ്മാ എന്ന് ചോദിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ തമ്മിലുള്ള നോൺ വെർബലോ വെർബലോ വിഷ്വലോ ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ല. പിന്നെ ഉണ്ടായ കമ്മ്യൂണിക്കേഷൻ, ഷീ വാണ്ടഡ് സം ഹെൽപ്പ്, മെൻ്റൽ സ്ട്രെസ്സിൻ്റെ കാര്യത്തിൽ ഹെൽപ്പ് വേണമായിരുന്നു. ഞാൻ പറഞ്ഞു അതിനെന്താ, മോളെ വിളിച്ചുകൊണ്ട് വന്നോളൂ, വെൻ യു ആർ കംഫർട്ടബിൾ ആ ദിവസം വന്നോളൂ എന്ന് പറഞ്ഞു. അതിന് 1-2 ദിവസം കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞിട്ട് ഷീ കമ്മ്യൂണിക്കേറ്റ്സ് വിത്ത് മൈ സിസ്റ്റർ, എൻ്റെ അനിയത്തിക്കുട്ടീൻ്റെ. അപ്പോൾ സൗമ്യയോട് സംസാരിച്ചതിൽ ഉണ്ടായ ഒരു ഉരുത്തിരിഞ്ഞ് വന്ന ഒരു കാര്യം അതായിരുന്നു ഞങ്ങളുടെ മാരേജ് പ്രപ്പോസൽ. ബിക്കോസ് അങ്ങോട്ട് ചോദിച്ചു, ഏട്ടൻ അനിയത്തിയായിട്ട് ഞാനുണ്ട്, ഭാര്യയുടെ സ്ഥാനത്തിൽ വരാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ ചോദിച്ചാൽ ഏട്ടനോട് ചോദിക്കണം. അപ്പോൾ എൻ്റെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ലെറ്റ്സ് തിങ്ക് അബൌട്ട് ഇറ്റ്. അങ്ങനെ വീട്ടിൽ അമ്മയോട് ഒന്ന് പറഞ്ഞു, ജാതകം നോക്കിച്ചു, ജാതകം ചേർന്നു. അങ്ങനെ ഒരു അറേഞ്ച്ഡ് മാരേജ് ബൈ മൈ സിസ്റ്റർ. ഐ റെസ്പെക്ട് ദാറ്റ് ബിക്കോസ് എനിക്ക് ചേർന്നവളാണ് എന്ന് എൻ്റെ അനിയത്തി പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചേർന്നവളായിരിക്കും. ബിക്കോസ് എൻ്റെ അവസ്ഥ നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ്. എൻ്റെ അവസ്ഥ എന്ന് പറയുമ്പോൾ, ടു ബി വെരി ഫ്രാങ്ക്, ലൈഫിനോട് താല്പര്യമില്ലാതെ പോയിക്കൊണ്ടിരുന്ന ഒരു ടൈം. എനിക്ക് കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, ഷൂട്ടുണ്ട്, വർക്കുണ്ട്, അതുകൊണ്ട് മാത്രം ദിവസങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സമയമായിരുന്നു. അങ്ങനെയുള്ളപ്പം ഞാൻ വേറൊന്നും ചിന്തിച്ചിട്ടില്ല, അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അതിൽ നിന്ന് ഞാൻ ലൈഫിലേക്ക് തിരിച്ചു വരണം എന്ന് പറയുന്ന ആ മൊമെൻറ്റിൽ എൻ്റെ അനിയത്തിക്കുട്ടി പറയുന്നു, ഇങ്ങനൊരു ഇത് വേണം, ഐ നീഡ് എ റീസൺ ടു കം ബാക്ക് ഹോം. വീട്ടിലേക്ക് ഞാൻ ഷൂട്ട് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അച്ഛനും അമ്മയും പ്രായമായി, 86 വയസ്സായി അച്ഛന്, അമ്മയ്ക്ക് 74 ആവുന്നു. സോ അവർ നേരത്തെ കിടന്നുറങ്ങും. ഞാൻ ഷൂട്ട് കഴിഞ്ഞ് 11 മണിക്ക് വീട്ടിൽ വരുമ്പോൾ ആർക്ക് വേണ്ടിയാണ് ഞാൻ വീട്ടിൽ വരും? ഞാൻ വഴിയിൽ എവിടെയെങ്കിലും കിടന്നാൽ പോലും ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല. അങ്ങനെയുള്ള ആ ഒറ്റപ്പെടലിൻ്റെ റീസൺ ടു കം ബാക്ക് ഹോം എനിക്ക് വലിയൊരു റീസണാണ് 2 മക്കൾ. എൻ്റേതെന്ന് എൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഒരു പാവം കുട്ടി. അനിയത്തി പറഞ്ഞത് പ്രോബബ്ലി അതായിരിക്കണം. ആൻഡ് ഐ റിയലൈസ് ദാറ്റ്. ഇപ്പോൾ കല്യാണത്തിന് ശേഷം അമ്പലത്തിൻ്റെ അവിടെ നടയിൽ പോകുമ്പോൾ മക്കൾക്ക് ഗുരുവായൂർ കേശവൻ്റെ കൊമ്പ് കാണിച്ചു കൊടുക്കാനും, അല്ലെങ്കിൽ കഥകൾ പറഞ്ഞു കൊടുക്കാനും, ചരിത്രത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും, എന്തായാലും അവർ പറയില്ലല്ലോ, തുടങ്ങി ബോറടിപ്പിക്കാൻ എന്ന് പറയില്ല. ദേ ആർ ബൗണ്ട് ടു ലിസൺ. ഗതികേടിന് അപ്പനായി പോയി, മനസ്സിലായി. അപ്പോൾ അവർക്കിഷ്ടമാണ്. ഞാൻ ഒരിക്കലും അവരങ്ങനെ പറയില്ല. ബട്ട് എല്ലാത്തൊരാളോടും ഞാനിത് പറയുകയാണെങ്കിൽ തുടങ്ങി ഇവൻ്റെ അടുത്ത് ഒരു കാര്യം ചോദിച്ചാൽ അവൻ 10 കാര്യങ്ങൾ പറയും എന്നുള്ള ഇറിറ്റേഷൻ ഇല്ലാതെ ഞാൻ പറയുന്നത് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ബ്യൂട്ടിഫുൾ റീസൺസ്. അതുപോലെ തന്നെ എന്തുണ്ടെങ്കിലും, എന്ത് പ്രശ്നമോ നല്ലതോ ചീത്തയോ എന്തുമാവാം, ഒറ്റയ്ക്ക് മാത്രം ഡിസിഷൻ എടുത്ത് ശീലിച്ച ഒരാൾ എൻ്റെ അടുത്ത് ഷെയർ ചെയ്യാൻ തയ്യാറായി, അത് കാണിച്ച നല്ല മനസ്സ്, കുഞ്ഞുങ്ങളുടെ മനസ്സ്, ദാറ്റ്സ് അനദർ ബിഗ് ബ്യൂട്ടിഫുൾ റീസൺ. അതെ, എൻ്റെ അച്ഛനെയും അമ്മയെയും സ്നേഹിക്കാൻ. എൻ്റെ മോൻ അച്ഛനും അമ്മയും സുന്ദര സുന്ദരി എന്നാണ് വിളിക്കുന്നത്. അത് അവനായിട്ട് തന്നെ ഇട്ടതാണ്, ഞങ്ങൾ ആരും പറഞ്ഞതല്ല. അപ്പോൾ എൻ്റെ മോൾ എൻ്റെ അടുത്ത് കഴിച്ചോപ്പ എന്ന് ചോദിക്കുന്ന ആ ഒരു വോണ്ടിങ് ടു കം ബാക്ക് ഹോം ഇല്ലേ, ആ റീസണാണ് പ്രോബബ്ലി
അത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതാണ് റീസൺ. മനസ്സിലായി. ഈ ക്രിസിൻ്റെ അടുത്ത് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് ഞാൻ ദിവ്യയുടെ അടുത്ത് ചോദിക്കുന്നത്. ആക്ച്വലി ക്രിസ് വീട്ടിൽ കല്യാണം കഴിക്കില്ല, അപ്പം അച്ഛനും അമ്മയും ചോദിക്കുന്ന സമയത്ത് കല്യാണം വേണ്ട വേണ്ട എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എന്തോ ഒരു സ്പാർക്ക് ഉണ്ടാവണം, ഈ പറഞ്ഞ റീസൺസ് ഉണ്ട്. എങ്കിലും ദിവ്യ എന്തായിട്ടാണ് മനസ്സിലാക്കിയത്? ആദ്യം ഈ കല്യാണ പ്രപ്പോസൽ വരുമ്പോൾ ഇഷ്ടമാണെന്നൊക്കെ മനസ്സിലാക്കുന്നുണ്ടാവും, പക്ഷേ എന്തുകൊണ്ടായിരിക്കും ഒരു പ്രപ്പോസൽ ദിവ്യയ്ക്ക് വെച്ചതെന്നാണ് മനസ്സിലാക്കിയെടുത്തത് ആദ്യഘട്ടത്തിൽ? അത് ഞാൻ ഒരുപാട് പ്രശ്നങ്ങളിലെ കൂടെ മുന്നോട്ട് പോയൊരു വ്യക്തിയായതുകൊണ്ട് എനിക്ക് അനുഭവങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ ലൈഫിൽ എവിടെയും എത്തിപ്പെടാത്തത് കൊണ്ട് ഇനി എത്തിപ്പെടൂല എന്ന് എനിക്ക് എന്നെ തന്നെ ഒരു വിശ്വാസക്കുറവ്. കാരണം ആൾക്കാർ പറയും, എല്ലാവരും എൻ്റെ ചെവിയിൽ ഓതിത്തരുന്ന ഇതാണ്, ഈ ഫീൽഡിൽ നിൽക്കാൻ പറ്റുന്ന ഒരു പരിധിയുണ്ട്, എനിക്ക് കൂടി വന്ന ഒരു വർഷം ഈ ഫീൽഡിൽ, അത്രേ ഉള്ളൂ, നിൻ്റെ പ്രായം ആയി കഴിഞ്ഞു. അങ്ങനെ എന്നെ മനസ്സിനകത്തേക്ക് കുറേ ഇത് തന്നു. ശരിയാ, ഇനി ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇതിനകത്തേക്ക് നിൽക്കാൻ വേണ്ടി പറ്റൂല, ഇനി കുറച്ച് കാലം കഴിയുമ്പം ആരുടെങ്കിലും അമ്മ പ്രായമുള്ള ക്യാരക്ടർ ആരെയും വിളിച്ചാൽ ചെയ്യാം. അപ്പോൾ ഇത്രയും നാൾ എനിക്ക് ഒന്നും നേടിയെടുക്കാൻ വേണ്ടി പറ്റിയില്ല. ഇത്രയും നാളെന്ന് പറഞ്ഞാൽ ഞാൻ ആകെ ഒരു 23 സീരിയൽ, ഇത് 23ാമത്തെ സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ട്രിപ്പിൾ സീരിയൽ കൊണ്ട് 2 മക്കളെയും കൊണ്ട് ഒരു വാടക വീട്ടിൽ നിൽക്കുന്ന ആൾക്ക് എന്ത് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ എൻ്റെ അനുഭവത്തിൽ അവരെ പട്ടിണി കൂടാണ്ട് നോക്കാൻ പറ്റും. ഇത് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് എനിക്ക് കോടികൾ ഉണ്ടാക്കാൻ പറ്റുന്നു, വലിയൊരു വീടുണ്ടാക്കിയെടുക്കാൻ പറ്റുന്നു, ഒരുപാട് ഗോൾഡ് ഉണ്ടാക്കി, ഒന്നും എന്നെ കൊണ്ട് പറ്റൂല. അതാർക്കും പറ്റില്ല, ഒരാൾക്കും പറ്റില്ല. അപ്പോൾ ഈ പുറമേയുള്ള ഒരു കാഴ്ചപ്പാട്, തെറ്റിദ്ധാരണ ഉണ്ടല്ലോ. എന്നോട് പലരും ചോദിച്ചാണ്, നീ ജീവിച്ച് കാണിച്ചു കൊടുക്കാൻ പോയതല്ലേ, ഇപ്പം നിനക്ക് ഡിവോഴ്സ് ആയിട്ട് ഇപ്പം എന്ത് കിട്ടി, നീ എന്ത് ഉണ്ടാക്കി, പക്ഷെ നീ എങ്ങനെ ജീവിച്ചു എന്ന് ഒരാളും ചോദിച്ചില്ല. മക്കളെയും കൊണ്ട് എങ്ങനെ ജീവിച്ചു എന്ന് ഒരാളും ചോദിച്ചില്ല. പക്ഷെ ചോദിച്ചില്ല കുറച്ച് പേര്, നീ മക്കളെ ഉപേക്ഷിക്കാണ്ട് മക്കളെ തന്നെ കൂടെ കൂട്ടിയിട്ട് ഇപ്പോഴും ജീവിക്കുന്നില്ലേ എന്ന് പറയുന്നു. കുറച്ച്, അതും അപൂർവം. അപ്പോൾ എനിക്ക് അറിയാം ഇത് ശരിയാ, എനിക്കൊന്നും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റിയില്ല. ഒരു 18ാമത്തെ വയസ്സിൽ ഞാനൊരു വീട്ടുകാരെയൊക്കെ വെറുപ്പിച്ച് ഞാൻ ഒളിച്ചോടി. ആ 14 കൊല്ലം ഞാൻ അനുഭവിച്ചത്, എനിക്കൊരു ഭർത്താവിൻ്റെ സ്നേഹം കരുതൽ ഒന്നും കിട്ടിയില്ല. 2 കുട്ടികളുണ്ടായി, ശരിയാ. അപ്പം ചോദിക്കും കുട്ടികളെങ്ങനെ ഉണ്ടായിരുന്നു, അടുത്ത ചോദ്യം അതാ, കുട്ടികളെങ്ങനെ, ഭർത്താവിൻ്റെ സ്നേഹം കിട്ടിയില്ല. ഞാൻ ചോദിക്കട്ടെ, കുട്ടികളുണ്ടായതിനെ കൊണ്ട് മാത്രം അത് ഇനി വ്യക്തമായിട്ട് നീട്ടി പറയേണ്ട ആവശ്യമില്ല, അറിയാം. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. സെക്സ് ദയവ് ചെയ്ത് മാറ്റി വെക്കുക. അതിലുപരി നമ്മൾ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊന്നും കിട്ടാണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്നൊരവസ്ഥയുണ്ടല്ലോ, അതാണ് ഒരുപാട്. അത് തികച്ചും ഒറ്റപ്പെടലെന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെയാണ്. പക്ഷെ അവിടുന്ന് ഞാൻ ഡിവോഴ്സ് ആവുന്ന സമയത്ത് അതെൻ്റെ ഒരു തീരുമാനമായിരുന്നു. 32ാമത്തെ വയസ്സിലെടുത്ത തീരുമാനം. അത്രയും ലേറ്റായി പോയി ഞാനത് എടുക്കാൻ. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, ഇളയ കുട്ടി ആവാൻ വെയിറ്റ് ചെയ്യണമായിരുന്നു, എനിക്കൊരു കുട്ടി പോരായിരുന്നു, ഇതെന്ത് ഇത്രയും ലേറ്റായി പോയേ, എനിക്കത് അന്നേ ചെയ്തുകൂടിയായിരുന്നു. പക്ഷെ ഞാൻ അപ്പോഴും എന്തുകൊണ്ടാണ് കൂടെ നിന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല. എനിക്ക് ആ 18ാമത്തെ വയസ്സിൽ പോയപ്പോൾ ഞാൻ ഒളിച്ചോടി പോയതാണ്, പണ്ടേ ഉള്ളതാണ്. ഈ ഒളിച്ചോടി പോയാൽ, സ്വന്തം ഇഷ്ടത്തിന് ഇറങ്ങിപ്പോയാൽ നീ നിൻ്റെ ഇഷ്ടം പോലെ നിൽക്കണം, പറഞ്ഞ കാര്യമില്ല. അത് അവരെ വേദനിപ്പിച്ചു പോയതും എല്ലാവരുടെ കണ്ണിലത് അങ്ങനെയാണ്. പക്ഷെ അവർ സപ്പോർട്ട് ചെയ്തില്ല അല്ല, പക്ഷെ അവർക്കൊന്നും ചെയ്യാൻ പറ്റൂല. എൻ്റെ കാര്യത്തിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞാൻ 32ാമത്തെ വയസ്സിലൊരു തീരുമാനം എടുത്തു, എനിക്ക് ഇനി പറ്റൂല. കാരണം മാക്സിമം ഒരു സഹിക്കുന്നതിനൊരു പരിധിയുണ്ട്. അപ്പോഴും എൻ്റെ അടുത്ത് ലാസ്റ്റ് ചോദിച്ചോ ചോദ്യം, വക്കീലിൻ്റെ അടുത്ത് ചോദിച്ചോ ചോദ്യം, 14 കൊല്ലമായിട്ട് നിനക്കൊരു ജീവിതം തരാൻ വേണ്ടി പറ്റിയില്ല, നീ ആഗ്രഹിക്കുന്ന ലൈഫ് തരാൻ പറ്റിയിട്ടില്ല, ഒരു ചാൻസും കൂടി തരുമോ എന്നാണ് എൻ്റെ അടുത്ത് ചോദിച്ചത്. ഞാൻ പറഞ്ഞ, ഒരു പെണ്ണിനെ മനസ്സിലാക്കാൻ 14 കൊല്ലം വേണം, വേണ്ട. അപ്പോൾ എനിക്ക് ലാസ്റ്റ് അങ്ങനെ തീരുമാനം എടുക്കേണ്ടി വന്നു. പിന്നെ ഈ ഫീൽഡിനകത്ത് 18ാമത്തെ വയസ്സിൽ ഈ ഫീൽഡിനകത്ത് ഉണ്ട്. ഒരു 12 വർഷത്തോളം അവനത് അടച്ചിട്ടു. എനിക്ക് എങ്ങോട്ടും ചെയ്യാൻ പറ്റിയില്ല. എൻ്റെ ആഗ്രഹങ്ങളൊക്കെ മൂടിക്കെട്ടേണ്ട ഒരവസ്ഥ വന്നു. ഒരാളോട് സംസാരിക്കാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ഞാൻ ഇത് 32ാമത്തെ വയസ്സിൽ എൻ്റെ മോന് 1.25 വയസ്സാണ്. അപ്പോഴാണ് ഞാൻ വേണ്ടാന്ന് വെക്കുന്നത്. ഒരു വർഷം നാട്ടിൽ വാടകയ്ക്ക് നിന്നു. അന്ന് എനിക്ക് ബ്യൂട്ടി പാർലർ ഉണ്ടായിരുന്നു, ബ്യൂട്ടീഷ്യനായിരുന്നു. 12 വർഷത്തോളം ഞാൻ ബ്യൂട്ടീഷ്യനായിരുന്നു. അപ്പോൾ അവിടുന്ന് ഒരു കൊല്ലം നിന്നപ്പോഴും പിന്നെ അവിടുന്ന് ഞാൻ ഒറ്റപ്പെട്ടു. കാരണം അത് കൂടുതലായിട്ട് ഞാൻ ഒന്നും പറയില്ല, എന്നെ അറിയുന്നവർക്ക് അറിയാം. പിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് ഒരു ഒളിച്ചോട്ടം പോലെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് തിരുവനന്തപുരത്തേക്ക് ഞാൻ വരുന്നത്. ഞാൻ ഇവിടെയാണെന്ന് ഒരാളോടും പറഞ്ഞില്ല. അപ്പം എനിക്കെന്തോ ദൈവം തരുന്നത് പോലെ എൻ്റെ ഒരു ചെറിയൊരു കഴിവിന്
ഞാൻ പറയും ഇപ്പം നാലാൾ കാണുമ്പോൾ ഓ ഇന്ന സീരിയലിൽ അഭിനയിച്ച ആളല്ലേ ഇന്ന സീരിയൽ. അങ്ങനെ എനിക്കൊരു ഭദ്ര എന്ന് പറയുന്ന സീരിയലിൽ ഒരു അവസരം കിട്ടി. പിന്നെ എൻ്റെ ഭാഗ്യം എന്ന് പറയാം, 22 സീരിയൽ ചെയ്ത് ഇപ്പോൾ 23ാമത്തെ സീരിയൽ ചെയ്യുന്നു. അപ്പോൾ എനിക്ക് മക്കളെയും കൊണ്ട് ഇതുവരെ എനിക്ക് ബുദ്ധിമുട്ടില്ലാതെ കണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റി. ഞാൻ അതിലഭിമാനിക്കുന്നു. എൻ്റെ മക്കളെ ഞാൻ ഒരിക്കലും ഉപേക്ഷിച്ചിട്ട് ഞാൻ എൻ്റെ സന്തോഷത്തിന് വേണ്ടി ഒരിക്കലും നടന്നിട്ടില്ല. ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നും ജീവിക്കുന്നത്, അവർക്ക് വേണ്ടിയിട്ടാണ്. അവർക്ക് ഇത്രയും നാൾ ഞാൻ കൊടുത്ത ഒരു കരുതലാവാം, ആ സ്നേഹമാവാം ഇന്ന് ഏട്ടനെ വിവാഹത്തിലേക്ക് എത്തിച്ചത്. ഒരു പക്ഷെ നേരെ മറിച്ച് മക്കൾ പറയും, ഒരുപാട് ആൾക്കാർ ഉപദേശിക്കാനുണ്ടാവും. അറിയാലോ, പുറമേയുള്ള ഒരാൾ വരുമ്പം സ്വന്തം അച്ഛനെ പോലും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലത്തിലെ കൂടെ നമ്മൾ പോകുന്നു. അപ്പോൾ അറിയാം പെരുന്നാൾ എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷെ ആ കാര്യത്തിൽ എനിക്ക് എല്ലാവരും സപ്പോർട്ടായിരുന്നു. ഒരാൾ പോലും ഏട്ടനെ കുറിച്ച് മോശം പറഞ്ഞിട്ടില്ല. നല്ലൊരു അച്ഛനായിരിക്കും, നല്ലൊരു ഭർത്താവായിരിക്കും, നിനക്ക് കിട്ടുന്ന ഭാഗ്യമാണ്, നിൻ്റെ ലക്കാണ്, നിൻ്റെ മക്കളുടെ ലക്കാണ്, നീ ഇത്രയും നാൾ അനുഭവിച്ചതിന് ദൈവം തരുന്ന ഒരു സമ്മാനം പോലെ നീ അത്രയും സ്നേഹിച്ച് ജീവിക്കണം, മക്കൾക്ക് നല്ലൊരു അച്ഛനെ കിട്ടും, നിൻ്റെ കഷ്ടപ്പാടുകളൊക്കെ മാറുന്നുണ്ട്. സത്യമാണത്. ഞാൻ ആദ്യം വിചാരിച്ചത് എൻ്റെ മക്കൾക്ക് അപ്പാന്ന് വിളിക്കാൻ ബുദ്ധിമുട്ടാവുമോ എന്നുവെച്ചാൽ, സാധാരണ ഒരാൾ ജീവിതത്തിലേക്ക് കയറി വരുമ്പം ഇത്രയും നാൾ എൻ്റെ കൂടെ ഞാൻ ചേർത്ത് വെച്ച മക്കൾ നമ്മൾ 3 ആളും മാത്രമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ കയറി വരുമ്പം ആ ഒരു സ്നേഹം അവിടെ വിട്ടു പോകുമെന്നൊക്കെ പേടിയുണ്ടാവും. പക്ഷെ ഒന്നും അല്ലാണ്ട് എൻ്റെ മോള് പെട്ടെന്ന് പറഞ്ഞത് അമ്മ കല്യാണത്തിന് സമ്മതിക്കുന്നതാണ്. അത് സമ്മതിക്കുമെന്ന് പറയാൻ കാരണം അവൾക്കറിയാം അമ്മ എത്രമാത്രം ആൾക്കാർ എത്രമാത്രം കുത്തുന്നുണ്ട്, അമ്മക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് അവൾക്കറിയാം. അതുകൊണ്ടാണ് ഒരു ലൈഫിലേക്ക് അവളും എന്നെ സപ്പോർട്ട് ചെയ്തത്. ഇപ്പൊ മോനായാലും ഇപ്പൊ അവനും വലിയ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞത് കേട്ടുമ്പോ എനിക്ക് ഞാൻ തന്നെ അതിശയിച്ചു, പറഞ്ഞോ ഇങ്ങനെ. അപ്പൊ അവനും ലൈഫ് കണ്ടോണ്ടിരിക്കല്ലേ, ഓരോരോ പ്രശ്നങ്ങൾ കണ്ടോണ്ടിരിക്കല്ലേ. അപ്പൊ എൻ്റെ മക്കൾക്ക് ഇങ്ങനൊരു എന്നെയും എൻ്റെ ഞാൻ അങ്ങോട്ടേക്കാണ് പറയേണ്ടത്, ഇങ്ങനൊരു ലൈഫ് തന്നതിന് ആദ്യം സമ്മതിച്ചു വെച്ചോടും. അറിയില്ലല്ലോ, ഇങ്ങനെ 2 മക്കളിൽ ഒരു അമ്മേനെ വേണമെന്ന് ആരും പറയില്ല. പറയോ? ഇല്ല. പറഞ്ഞാൽ തന്നെയും പറയാം മക്കളുണ്ട് കെട്ടാം, പക്ഷെ മക്കളെ വേറെ നിർത്തണം, എനിക്ക് അവളെ വേണം കൊണ്ടോ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരേ ഉള്ളൂ. പക്ഷെ ഏട്ടനോട് ഏട്ടനിങ്ങനെ കാര്യം പറഞ്ഞപ്പോഴും ഏട്ടൻ്റെ അമ്മേൻ്റെ അടുത്ത് കൊണ്ടുപോയപ്പോഴും അമ്മയായിട്ട് ഞാൻ ഏട്ടനറിയാതെ കണ്ട് സംസാരിച്ചിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ. അപ്പോഴും എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം, എൻ്റെ കണ്ണെന്ന് വിളിക്കാം, എൻ്റെ കണ്ണിന് 2 മക്കളെ തന്നില്ലേ നീ എന്നാണ്. അത് തന്നെ എത്രയോ വലിയ ഭാഗ്യമല്ലേ. ഏട്ടനും പറയുന്നത് എനിക്ക് 2 മക്കളെ തന്നില്ല, അപ്പാന്ന് വിളിക്കാൻ 2 മക്കളെ തന്നില്ല. ഞാൻ ആദ്യം വിചാരിച്ചു മക്കൾ അംഗീകരിക്കൂല, അപ്പാന്ന് വിളിക്കാനൊക്കെ എന്നോട് ചോദിച്ചായിരുന്നു ഞാൻ എന്താ വിളിക്കേണ്ടതൊക്കെ. മോള് കുറച്ച് വലുതായതുകൊണ്ട് ആദ്യം ഇങ്ങനെ പറയില്ല, പ്ലസ് 2 കഴിഞ്ഞു, ബുദ്ധിമുട്ടല്ലേ, എങ്ങനെ പെട്ടെന്ന് ഒരാളെ എങ്ങനെ അംഗീകരിക്കും. പക്ഷെ അറിയില്ല, എനിക്ക് അപ്പാ തന്നെയാണ് വിളിക്കുന്നത്. അവള് വിളിക്കും, മെസ്സേജ് വിടും. മോനായാലും അങ്ങനെ തന്നെ. അപ്പൊ ഇപ്പൊ മോൻ എല്ലാരോടും പറയുന്നത് എന്താ അറിയാം, എനിക്ക് അമ്മേനെക്കാളും ഒരു പിടി എനിക്ക് അപ്പാനോടാണ് സ്നേഹം. അപ്പൊ നല്ല സ്നേഹമാണ്. ഇങ്ങനെ അവൻ വലിയ ആളെ സംസാരമാണ്. മോള് പിന്നെയും കുറച്ചൊരു പതുക്കെ സംസാരിക്കും. മോള് 2 മക്കളും അംഗീകരിച്ചു. എൻ്റെ മക്കളെ എന്നെയും ഏട്ടൻ്റെ വീട്ടുകാരും സ്വന്തം മരുമോളായിട്ടല്ല, എൻ്റെ മോളെ പോലെയാണ്. സ്വന്തം ഏട്ടൻ്റെ പോലെ പറയാൻ പാടില്ല, ഭയങ്കര അടിപൊളി ഇതൊന്നും പറഞ്ഞു. മോളെ തന്നെയാണ് ഇവിടുത്തെ അമ്മക്കും അപ്പാക്കും. അല്ല, പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കമ്പാരിസൺ പോലെ ഇല്ല. എനിക്ക് നീ ഭാര്യയെ പോലെ എന്ന് പറയുന്നത് നീ എൻ്റെ ഭാര്യയാണെന്ന് പറയുന്നത് വ്യത്യാസം. ശരിയാ. മക്കളെ പോലെ എന്ന് പറയുന്നത് എൻ്റെ മക്കളാണെന്ന് പറയുന്നത്.